അനൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പബ്ലിൽ പോകാൻ പോവാന് അതിന് മുമ്പിലുള്ള ഒരു പച്ച പച്ച ഡാൻസ് കണ്ടു. എങ്ങനെയുണ്ട് നമ്മളെ ലുക്ക്? I didn't like. I didn't like this. അപ്പൊ നമ്മള് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മള് റെഡി ആയിട്ടുണ്ട്. അത് നമ്മളെ ക്യാബ് എത്തി. അപ്പൊ നമ്മള് ക്യാബില് കയറി സെറ്റിൽ ആയിട്ട് നമ്മൾ എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അതെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പബ് തന്നെയാണ്. ആ പബിന്റെ നെയിം എന്താണെന്നറിയോ? ഇന്ദിരാനഗർ സോഷ്യൽ. അതൊരു റെസ്റ്റോബ ടൈപ്പ് ആണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് തന്നെ നമുക്ക് പറയാം. നമ്മളപ്പോ അവിടത്തേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വലിയ എന്താ പറയാ, ഒരു പബ് റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ല ഇത്. അതേസമയം ഒരു ഗേൾസ് നൈറ്റ് ഔട്ട് ഇൻ പബ് എന്ന് വേണ്ടിക്ക് പറയാം, അല്ലെങ്കിൽ ഒരു റെസ്റ്റോബ വീഡിയോ ആണിത്. അപ്പൊ നമ്മളിത് 560 എത്തിക്കഴിഞ്ഞു, അതായത് ഇന്ദിരാനഗർ സോഷ്യലിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മൾ എൻട്രി അവിടെ കൊടുക്കുകയായിരുന്നു. അപ്പൊ എൻട്രി നമ്മൾ ആക്കിയതിനു ശേഷം നമ്മളിതാ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ലൗഡ് മ്യൂസിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെയുള്ള ടോക്സ് ഒന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട്. അപ്പൊ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അവിടെയുള്ള ഒരു മിററിന്റെ മുമ്പിൽ കുറച്ച് ഫാഷൻ ഷോവും കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉള്ളിൽ, അതായത് ഡാൻസ് ബാറിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പേ, അതായത് ഡാൻസ് ഹാളിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ട്സും പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പൊ ആ കുറച്ച് ടൈമുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊരു ഗേൾസ് ട്രിപ്പിന്റെ എന്താ ഗേൾസ് പൊതുവെ ചെയ്യാറ് എന്നല്ല എല്ലാവരും ചോദിക്കാറ്. അങ്ങനെ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കൊരു കളർ തീം ഉണ്ടായിരുന്നു പബ്ലിൽ പോകുന്നതിന്, ബ്ലാക്ക് ഇടണം എന്നുള്ളത്. അപ്പൊ എല്ലാവരും, അതായത് നമ്മൾ മൂന്നാളും ബ്ലാക്കും, അതായത് 1 പീസ് ആയിട്ടുള്ള ബ്ലാക്കും, അത് 2 പേരും ജീൻസ് ആൻഡ് ടോപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഡാൻസിന് വേണ്ടിയിട്ട് വീട്ടിൽ മുതലേ എന്താ പറയാ ഡാൻസ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് കളിക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും ഫുഡ് വേണമെന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടായില്ല. എന്തായാലും പോയ സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചു കളയാ, എന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാൻ കയറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡിന് നമ്മൾ ഓർഡർ കൊടുത്തത്. അപ്പൊ ഫുഡ് വരുന്ന ടൈമിൽ നമ്മൾ കുറെ സെൽഫി വീഡിയോസ്, റീൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുത്തു. അപ്പൊ അതൊക്കെ ഞാൻ ഇതിന്റെ നടുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ നടുക്ക് ഉള്ളിൽ നിന്ന് കളിക്കാനുള്ള ഡാൻസ് പഠിപ്പിക്കലും ഡാൻസ് പ്രാക്ടീസും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അപ്പൊ എന്റെ കൂടെ ഉള്ളത് ഒരു വ്ളോഗർ കൂടിയാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഹായ്, ഹലോ, നമസ്കാരത്തിന്റെ കൂടെയാണ് നമ്മളുള്ളത്. അത് ഇയാളുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഗതം. ഹായ്, ഹലോ, നമസ്കാരം, സ്വാഗതം. Stay tuned. Stay tuned to Anu's Kitchen Story for more videos. Bye. ഇപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഇപ്പൊ എന്നെ കളിയാക്കിക്കൊണ്ട് വിളിക്കുന്ന ഒരു പേരാണ് ഹായ്, ഹലോ, നമസ്കാരം. എന്താന്നറിയില്ല, എന്റെ ഒരു സിഗ്നേച്ചർ എന്താ പറയാ വേർഡിങ് ഡയലോഗായി മാറിയിട്ടുണ്ട് ഇപ്പൊ അത്. അപ്പൊ അത് പറഞ്ഞ് എന്നെ കളിയാക്കുന്ന ആ ഒരു ബൈറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ നടുക്ക് നമ്മൾ റീൽസ് എടുക്കാനുള്ള കുറച്ച് ഇതൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. അതിന്റെ കൂടെ നമ്മൾ എന്താ പറയാ കാറ്റ് വാക്ക് നടത്തി അവിടുന്ന്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് ഇതാ നമ്മളെ ഫുഡ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം ഡ്രിങ്ക്സാ കൊണ്ടുതന്നത്, അതിന്റെ കൂടെ ഇതാ ഫുഡും എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടറായിട്ട് വന്നിട്ടുള്ള ഒരു ചീസി, നമ്മളെ നാച്ചുറൽസ് ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഭയങ്കര ചീസി ആയിട്ടുള്ള ഒരു സാധനം. ആക്ച്വലി ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അതിന്റെ കൂടെ നമ്മളൊരു പ്ലാറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായത്, മട്ടനും ചിക്കനും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ എന്നിട്ട് ഡാൻസിങ് ബാറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പേ ആ ഒരു എൻട്രിയിൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. അതിന്റെ ഉള്ളിലത്തെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഡാൻസ് കളിക്കുന്ന തിരക്കും
പിന്നെ ഭയങ്കര ക്രൗഡഡും ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ എൻട്രിയിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ, അതായത് നമ്മൾ ആ മ്യൂസിക്കിന് ഡാൻസ് കളിക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഉള്ളിലത്തെ ഡാൻസിന്റെ 2 പിക്സ് എന്റെ ഫ്രണ്ടിന്റെ ഫോണിലുള്ളത് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആക്ച്വലി അകത്ത് കയറിയിട്ട് നമ്മൾ ഈ ഡാൻസ് ഒക്കെ പഠിച്ചതൊക്കെ വീഡിയോ എടുക്കണം എന്നായിരുന്നു എന്റെ പ്ലാൻ ഉണ്ടായത്. പക്ഷേങ്കിൽ എന്താ പറയാ, വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. കാരണം ഞാൻ മറന്നുപോയെന്ന് വേണ്ടിയിട്ട് സത്യത്തിൽ പറയാം. ആക്ച്വലി ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ എന്താ പറയാ, വീഡിയോ എടുക്കേണ്ടത് എന്റെ കൂടെ ഉള്ള ആൾ എന്നോട് പറഞ്ഞാലേ എനിക്ക് ഓർമ്മ വരാറുള്ളൂ. പൊതുവെ ഞാൻ വീഡിയോ എടുക്കാണ്ട് ആ ഒരു മൂമെന്റ് എൻജോയ് ചെയ്യാൻ നിൽക്കുന്ന കൂട്ടത്തിലാണ്. ഫോട്ടോസ് എടുക്കും, ഞാൻ നിറയെ ഫോട്ടോസ് എടുക്കും. പക്ഷെ വീഡിയോസ് എടുക്കൽ കുറച്ച് കുറവായിരുന്നു. അപ്പൊ ഈ വ്ളോഗിങ്ങും കൂടി തുടങ്ങിയോണ്ട് എനിക്ക് വീഡിയോസ് എടുക്കേണ്ട ഓർമ്മ വരുമ്പോൾ മാത്രമാണ് ഞാൻ ആ വീഡിയോസ് എടുക്കാൻ നിൽക്കാറ്. അതുകൊണ്ട് തന്നെ കുറെ വീഡിയോസ് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാനിത് നമ്മളിവിടെ പുറത്തുനിന്ന് കളിച്ച ഡാൻസും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നോണ്ടിരിക്കുന്നത് ഞാൻ. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് റെസ്റ്റോ ബാറിനോട് ടാറ്റാ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആക്ച്വലി ഇതൊരു വൈകിട്ട് അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് പോയതാണെങ്കിൽ അടിപൊളി എന്താ പറയുക വൈബായിട്ടുള്ള ഒരു റെസ്റ്റോ ബാർ തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണിത്. എന്താ പറയാ, ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണിച്ചു തരാൻ തന്നെയുണ്ട്. നമ്മൾ നൈറ്റ് ആയതുകൊണ്ടും ക്രൗഡ് ആയതുകൊണ്ടും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം, ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണ്ടിയിട്ട് പറയാം. അപ്പൊ നമ്മൾ ക്യാബിൽ കയറി നമ്മളിവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലെ തിരക്കിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അവിടുത്തെ ട്രാഫിക്കിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം സമയം ക്യാബിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് വീഡിയോസ് ക്ലിപ്പിംഗ്സ് കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് നമ്മള് ബാംഗ്ലൂർ ട്രിപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഗേൾസ് ട്രിപ്പിന്റെ എയിം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലങ്ങളോ ഫുഡ് സ്ട്രീറ്റ് അങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനല്ലായിരുന്നു. മെയിൻ ആയിട്ട് ഇരുന്ന് സംസാരിക്കുക, അത് തന്നെയാണ്. പൊതുവെ അറിയാലോ ഗേൾസ് സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്തില്ല എന്നുള്ളത്. അത് തന്നെയായിരുന്നു നമ്മൾ ഈ ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശവും. എന്റെ കൂടെ നമ്മള് റൂമിലെ കുറച്ച് കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താന്നല്ലേ അത് നിങ്ങൾ കണ്ടിട്ട് വരും, അപ്പോഴാ രസം. അപ്പൊ എന്താ കാര്യം മനസ്സിലായോ? യെസ്, നമ്മൾ റീൽസ് എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ റീൽസ് എടുക്കുന്ന വീഡിയോസ് ആണ് ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ 5 പേരും ആരും റീൽസ് എടുക്കാത്ത ആൾക്കാരാണ്. പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സംസാരിക്കാനാണ് ഈ ട്രിപ്പ് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തത്. സംസാരിച്ച് വന്നപ്പോൾ റീൽസിലെത്തി. അങ്ങനെ നമ്മൾ റീൽസ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ ഷോർട്സ് ആയിട്ട് കുറെ റീൽസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചാനലിൽ. ആ ചാനലിലിട്ട റീൽസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു റീല് അതായത് ഫൈനലായി വരാൻ വേണ്ടിട്ട് നമ്മളൊരു 10-20 റീല് എടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം. ആക്ച്വലി ആ മൊത്തം റീലും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തില്ല. എന്നാൽ ആ ഒരു കുറച്ച് നല്ല കോമഡി ആയിട്ടുള്ള കുറച്ച് ക്ലിപ്പിംഗ്സും കൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. ഡബ് സ്മാഷ് പോലെ കുറെ വീഡിയോസ് എടുത്തതിന് ശേഷം പിന്നെ ഡാൻസ് വീഡിയോസിലേക്ക് കയറി. അപ്പൊ ആ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന് നടുക്ക് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ബാംഗ്ലൂർ വീഡിയോസ് എന്നും കുറെ ബാക്കിയുണ്ട് വരാൻ വേണ്ടിയിട്ട്, ഗേൾസ് ട്രിപ്പ് ബാംഗ്ലൂരിനത്. അപ്പൊ അത് കാണണമെങ്കിൽ അതായത് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാം അബദ്ധാണല്ലോ ഈശ്വര വരുന്നത്. അടിപൊളിയായിട്ട് അതിനുശേഷം പിന്നെ ഒരു ശവപ്പെട്ടി വീഡിയോ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോന്റെ അതായത് എല്ലാ ഷോർട്സിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നേ ഇട്ട ഈ ഷോർട്സ്. അങ്ങനെ ഈ റീലോടുകൂടി അതായത് ഈ റീൽസ് എടുത്തോടുകൂടി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകമായി പറയുകയാണ്, ഈ വീഡിയോസ് ഇവിടെ തീരുന്നില്ല കേട്ടോ. ബാംഗ്ലൂർ ഡേയ്സ് എന്നും ബാക്കിയാണ്. അപ്പൊ ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം വീണ്ടും ബാംഗ്ലൂർ ഡേയ്സിന്റെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ നിൽക്കുള്ളൂ. കാണാൻ പറ്റുള്ളൂ. എല്ലാം എന്താന്നുള്ള ഈശ്വര ഇത് എന്താന്ന് അറിയില്ല കേട്ടോ.
അപ്പൊ see you in the next video. Bye bye.